അപ്പോൾ നോക്കൂ, നമ്മുടെ തളിക കണ്ടില്ലേ? ഇതിൻ്റെ ബാക്ക് സൈഡ് നോക്കൂ. ഇതാണ് ആദ്യം ഉണ്ടായിരുന്നത്. ഇതേപോലെ ആയിരുന്നു. ഇവിടെ നമ്മുടെ മാജിക്കൽ സൊല്യൂഷൻ അപ്ലൈ ചെയ്ത് ഒരു 2 മിനിറ്റ് കഴിഞ്ഞിട്ട് ഒന്ന് ക്ലീൻ ചെയ്തപ്പോൾ ഇതാണ് അവസ്ഥ. ആദ്യം ചെയ്തിട്ടുള്ള നിലവിളക്കിൻ്റെ ഭാഗമാണ്, കണ്ടില്ലേ? അപ്പോൾ ഈ 2 എണ്ണമാണ് നമ്മൾ ഇന്ന് ക്ലീൻ ചെയ്തിട്ടുള്ളത്. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് നമ്മുടെ വീട്ടിലുള്ള ഇതുപോലുള്ള പാത്രങ്ങൾ, ഇപ്പോൾ നോക്കൂ, തളിക, നിലവിളക്ക്, ഇതൊക്കെ നമുക്ക് എങ്ങനെ വളരെ ഈസി ആയിട്ട് ക്ലീൻ ചെയ്യാം എന്നതിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ വളരെ ചെറിയൊരു മുതൽ മുടക്കിൽ നമുക്ക് വളരെ ഭംഗിയായിട്ട് പുതുപുത്തൻ പോലെ നമുക്ക് തിളങ്ങുന്ന രൂപത്തിലേക്ക് ഇതിനെ ആക്കിയെടുക്കാൻ പറ്റും. അതാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. പഴയ ചെമ്പ് പാത്രങ്ങൾ, അതേപോലെ തന്നെ ഓട് പാത്രങ്ങൾ, ഇതൊക്കെ നമുക്ക് പുതുപുത്തനാക്കിയിട്ട് മിന്നി തിളങ്ങുന്നത് പോലെ ആക്കാൻ പറ്റുന്ന ഒരു പ്രത്യേകതരം സൊല്യൂഷനാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. വളരെ ഈസി ആയിട്ടുള്ള, നമുക്ക് എല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സൊല്യൂഷനാണിത്. ഇതിനായിട്ട് നമുക്ക് വേണ്ടത് ഒരു ഇഷ്ടികയാണ്. ഒരു ഇഷ്ടിക മുഴുവനൊന്നും വേണ്ട, അതിൻ്റെ കുറച്ച് ചെറിയ 1-2 പൊട്ടുകൾ മാത്രം മതി. പിന്നെ നമ്മൾ സാധാരണ വീട്ടിലൊക്കെ ഉപയോഗിക്കുന്ന ചെറുനാരങ്ങ. ഈ 2 കാര്യങ്ങളുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, വളരെ ഈസി ആയിട്ട് നമ്മുടെ വീട്ടിലുള്ള ഓട്ടുപാത്രങ്ങളും ചെമ്പ് പാത്രങ്ങളും ഇങ്ങനെ പുതുപുത്തനാക്കി മാറ്റിയെടുക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ആ ഒരു സ്പെഷ്യൽ സൊല്യൂഷൻ ഉണ്ടാക്കാൻ നോക്കാം. അതിനായിട്ട് നമ്മൾ ആദ്യം ചെയ്യാൻ പോകുന്നത് ഈ ഇഷ്ടിക ഒന്ന് പൊട്ടിച്ചിട്ട് ചെറിയ വളരെ നൈസായിട്ടുള്ള പൗഡർ ആക്കണം. അതാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഞാനിതാ ഈ ഇഷ്ടിക കണ്ടോ അതിലിട്ടിട്ടുണ്ട്. ഞാൻ ഒന്ന് പൊടിച്ചെടുക്കണം നമുക്ക്. അപ്പോൾ നമ്മളിനി ഇത് പൊടിച്ചെടുക്കാൻ പോവുകയാണ്. നൈസായിട്ട് പൊടിച്ചെടുക്കണം. ഓക്കെ, നല്ലോണം നൈസായിട്ട് പൊടിച്ചെടുക്കണം. തരിയൊന്നും പാടില്ല. എത്രത്തോളം നമുക്ക് നൈസാക്കാം അത്രയും നമ്മൾ നൈസാക്കി എടുക്കണം കേട്ടോ. ഇതാ ഏകദേശം നല്ല നൈസായിട്ടുണ്ട്, ചെറിയ പൗഡറായിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് എങ്ങനെയാണ് ഈ സൊല്യൂഷൻ ഉണ്ടാക്കാൻ നോക്കാം. ഇനി നമ്മൾ പൊടിച്ചെടുത്തിട്ടുള്ള ആ ഇഷ്ടികപ്പൊടി, ഇതാ ആ ഇഷ്ടികപ്പൊടി ഞാൻ ഈ പാത്രത്തിലേക്ക് ഇടുകയാണ്. ഒരു 2 സ്പൂണ് മതി. ഒരു 2 സ്പൂണ് ഞാൻ ഇതിലേക്ക് ഇടുകയാണ്. ഇനി നമ്മൾ ഇതിലേക്ക് നമ്മൾ സാധാരണ വീട്ടിലൊക്കെ ഉപയോഗിക്കുന്ന ചെറുനാരങ്ങ, ആ ചെറുനാരങ്ങ പിഴിയുക. ചെറുനാരങ്ങ പിഴിഞ്ഞിട്ട് അതിൻ്റെ കുരൊന്നും നമുക്ക് വേണ്ട, കുരൊക്കെ എടുത്ത് കളയാം. നല്ലവണ്ണം അതൊരു പേസ്റ്റ് രൂപത്തിലാക്കുക. ഇതുപോലെ ഒരു പേസ്റ്റ് രൂപത്തിലാണ് നമ്മൾ ആക്കേണ്ടത്. ഇപ്പോൾ നമ്മൾ ക്ലീൻ ചെയ്യാനുള്ള നമ്മുടെ ആ ഒരു മാജിക്കൽ സൊല്യൂഷൻ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ഒന്ന് അപ്ലൈ ചെയ്തിട്ട് നോക്കാം. നിലവിളക്കാണ് നമ്മൾ ക്ലീൻ ചെയ്യാൻ പോകുന്നത്. കണ്ടോ, ഇപ്പോൾ അതിൻ്റെ കളർ കണ്ടില്ലേ? ഇനി നമുക്ക് ഇതിൽ നമ്മുടെ ഇപ്പം ഉണ്ടാക്കിയിട്ടുള്ള ഈ സൊല്യൂഷൻ നമുക്കൊന്ന് അപ്ലൈ ചെയ്ത് നോക്കാം. അപ്പോൾ എന്താണ് ഉണ്ടാവുക നോക്കാം. ആദ്യം നമുക്ക് നിലവിളക്കിൻ്റെ മുകൾ ഭാഗം ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഞാനിതിലേക്ക് നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള ആ സൊല്യൂഷൻ ഒന്ന് ജസ്റ്റ് ഒന്ന് വെച്ച് നോക്കാം. ഇനി നമ്മളൊരു 10 സെക്കൻഡ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഒന്ന് എന്താണ് അവിടെ ഒരു മാറ്റം നോക്കാം. ഞാനിവിടെ കുറച്ച് ഭാഗത്ത് മാത്രമേ ഇപ്പോൾ ഇതാക്കിയിട്ടുള്ളൂ. ഈ ആക്കിയ ഭാഗത്ത് എന്താണ് ഉണ്ടാവുക നോക്കാം. ജസ്റ്റ് അവിടെ നിന്ന് മാറ്റി നോക്കുകയാണ്. കണ്ടോ, അപ്പോൾ ഞാനവിടെ ഒന്നും ചെയ്തിട്ടില്ല. അപ്പോൾ അവിടെ നല്ല ക്ലീൻ ആയിട്ടുണ്ട്. കണ്ടോ, ആ കളർ ചേഞ്ച് ആയിട്ട് കണ്ടില്ലേ? ഇനി നമുക്ക് ഇത് മൊത്തം ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കാം. പത്ത് മിനിറ്റ് ഇതിങ്ങനെ വെക്കുക. ഓക്കെ, അതിന് ശേഷം നമുക്കൊന്ന് നോക്കാം. 10 മിനിറ്റായി ഏകദേശം. നമുക്ക് നോക്കാം എന്താ അവസ്ഥ എന്നുള്ളത്. ജസ്റ്റ് കുറച്ച് വെള്ളം നാക്കി നോക്കട്ടെ.
ഞാൻ ഈ വെള്ളം ഒന്ന് കളയാണ്. നമ്മളിതാ ഒന്ന് വെള്ളം ഒഴിച്ച് കഴുകിയപ്പോൾ കണ്ടില്ലേ നല്ല തിളക്കമായിട്ടുണ്ട്. ഞാൻ ഇവിടെ നിന്ന് നല്ലവണ്ണം ആക്കിയിട്ടുണ്ടായിരുന്നില്ല, ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. കൃത്യമായിട്ട് എല്ലാ ഭാഗത്തും നല്ലവണ്ണം ആക്കുകയാണെങ്കിൽ നന്നായിട്ട് ക്ലീൻ ആകും. ഇപ്പോൾ നോക്കൂ, ഇതിൻ്റെ ഈ സൈഡിൽ നോക്കൂ, ഇവിടെ ഒന്നും ഞാൻ അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നില്ല, കണ്ടോ? ഓക്കെ. അപ്പോൾ ഇതുപോലെ നമുക്ക് നമ്മുടെ വീട്ടിലുള്ള ചെമ്പ് ഓട്ടുപാത്രങ്ങൾ നന്നായിട്ട് മിന്നി തിളങ്ങുന്നതാക്കാൻ പറ്റും. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ ഒരു തളികയിലാണ്. ഈ തളികയിൽ നമ്മൾ ഇപ്പോൾ ഉണ്ടാക്കിയിട്ടുള്ള സൊല്യൂഷൻ ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്കിത് ഏകദേശം ഒരു 1-2 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്ക് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ജസ്റ്റ് ഞാൻ കൈകൊണ്ടൊന്ന് മാറ്റിത്തരാം. കണ്ടോ, അവിടെ ആ ചേഞ്ച് നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും അല്ലേ? അതിന് ഒന്നും കൂടി നമുക്കൊന്ന് റബ്ബ് ചെയ്യാം. ആ തിളക്കം കണ്ടില്ലേ? ജസ്റ്റ് കുറച്ച് വെള്ളം എന്തൊക്കെ ഒഴിക്കുന്നുണ്ട്. ഈ വെള്ളം ഒന്ന് കളയാണ്. കണ്ടില്ലേ? ഇപ്പോൾ നോക്കൂ, നമ്മൾ ഈ ഭാഗത്തൊന്നും ഇത് അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നില്ല, ഇവിടെ കുറച്ച് ഭാഗത്ത് മാത്രമേ അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ട് പുതുതായിട്ട് തിളങ്ങുന്നത് കണ്ടോ? നമുക്കിതിൽ മൊത്തം ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കാം. ഇപ്പോൾ നോക്കൂ, നമ്മുടെ ആ മാജിക്കൽ സൊല്യൂഷൻ നമ്മളൊന്ന് അപ്ലൈ ചെയ്ത് നോക്കിയുള്ളൂ. 10 മിനിറ്റിനോടുള്ള ആ പാത്രം കണ്ടില്ലേ? ഇതിൻ്റെ ബാക്ക് സൈഡ് നോക്കാന്നുണ്ടോ? ഇതായിരുന്നു ബാക്ക് സൈഡ്. നമ്മളിവിടെ അപ്ലൈ ചെയ്തിട്ടില്ല, ഈ ഭാഗത്ത് മാത്രമേ നമ്മൾ ഇത് ചെയ്തിട്ടുണ്ടായിരുന്നത്. ജസ്റ്റ് ഒന്ന് ആക്കിയിട്ടേ ഉള്ളൂ. ഒന്നും കൂടി നമ്മൾ അരമണിക്കൂർ നേരം ഇത് വെച്ചിട്ട് നല്ലവണ്ണം ഒന്ന് സ്ക്രബ് ചെയ്താൽ നന്നായിട്ട് വെട്ടിത്തിളങ്ങും, പുതിയതുപോലെ തന്നെ ഉണ്ടാവും. കണ്ടോ? വളരെ ചെറിയ ഒരു 1-2 ചെറുനാരങ്ങ മാത്രമേ നമുക്ക് ആവശ്യമുള്ളൂ. കുറച്ച് ഇഷ്ടികപ്പൊടി മാത്രമാണെങ്കിൽ നമുക്ക് ഇതുപോലെ നമ്മുടെ വീട്ടിലെ എല്ലാ പാത്രങ്ങളും പുതുപുത്തൻ പോലെ നമുക്ക് വെട്ടിത്തിളക്കാൻ പറ്റും. അപ്പോൾ നോക്കൂ, നമ്മുടെ തളിക കണ്ടില്ലേ? ഇതിൻ്റെ ബാക്ക് സൈഡ് നോക്കൂ, ഇതാണ് ആദ്യം ഉണ്ടായിരുന്നത്, ഇതേപോലെ ആയിരുന്നു. ഇവിടെ നമ്മുടെ മാജിക്കൽ സൊല്യൂഷൻ അപ്ലൈ ചെയ്ത് ഒരു 2 മിനിറ്റ് കഴിഞ്ഞിട്ട് ഒന്ന് ക്ലീൻ ചെയ്തപ്പോൾ ഇതാണ് അവസ്ഥ. അപ്പോൾ നമ്മളൊരു അരമണിക്കൂർ നേരം ആ സൊല്യൂഷൻ അവിടെ നന്നായിട്ട് പുരട്ടി വയ്ക്കുക. അതിന് ശേഷം ഒന്ന് കഴുകിക്കളഞ്ഞാൽ പുതിയതുപോലെ തന്നെ വെട്ടിത്തിളങ്ങും. ഓക്കെ. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്തിട്ടുള്ള നിലവിളക്കിൻ്റെ ഭാഗമാണ്, കണ്ടില്ലേ? അപ്പോൾ ഈ 2 എണ്ണമാണ് നമ്മൾ ഇന്ന് ക്ലീൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് തോന്നുകയാണെങ്കിൽ അത് മാക്സിമം ഷെയർ ചെയ്യുക. കാരണം വളരെ ചുരുങ്ങിയ ഒരു ചിലവിൽ നമുക്ക് നമ്മുടെ വീട്ടിലുള്ള നിലവിളക്ക് അല്ലെങ്കിൽ തളിക പോലെയുള്ള ചെമ്പ് ഓട്ട് പാത്രങ്ങൾ ക്ലീൻ ചെയ്യാൻ പറ്റും. കുറച്ച് ഇഷ്ടികപ്പൊടിയും പിന്നെ 1-2 ചെറുനാരങ്ങയും ഉണ്ടായാൽ മാത്രം മതി. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. അതേപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ബായ്.